ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ കുറച്ച് പേരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവരെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇടുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇടും. എൻ്റെ ഉറങ്ങി എണീച്ചിട്ട് എൻ്റെ കണ്ണ് ശരിയാണല്ലോ ഗൈസ്, തടിച്ചിരിക്കുന്നു. സോ ഗൈസ് ഞങ്ങളെല്ലാവരും കൂടെ ഗാഥയെ കാണാൻ വേണ്ടി പോയി. സംഭവം എൻ്റെ അനിയത്തിമാർ വണ്ടി കിടന്ന് ഉറങ്ങിപ്പോയി, അത് വേറെ കാര്യം. പക്ഷേ ഗീത ചേച്ചിയാണ് എനിക്ക് വഴിയെല്ലാം പറഞ്ഞു തന്നത്. ഞാൻ വന്നതിൻ്റെ അന്ന് തന്നെ എല്ലാവരും കാണാനും പോകാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, പക്ഷേ എനിക്ക് ഗാഥയെ കണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വയ്യാണ്ടായി. കാരണം എനിക്ക് അത്ര ക്ഷീണവും തളർച്ചയും ഉറക്കം വരലൊക്കെ ആയിരുന്നു ഗൈസ്. കാരണം ഞാനിങ്ങനെ ഹൈപ്പറായി. ഞാൻ നാട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ ഞാൻ ഹൈപ്പറായിപ്പോയി. എനിക്കിങ്ങനെ വിരൽ പിടിക്കുക എന്നൊക്കെ പറയില്ല, അത് കണക്കായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ വന്നു, കഴിച്ചു, റെഡിയായി ഇറങ്ങി. കാരണം എനിക്ക് പെട്ടെന്ന് എല്ലാവരും പോയി കാണാൻ അങ്ങനൊരു മൈൻഡായിരുന്നു. എന്തൊക്കെയായിരുന്നാലും എന്നിട്ട് ഞാനാണെങ്കിൽ അവളും ഉറക്കമായിരിക്കുമല്ലോ, അപ്പോൾ ഞാനും ചേച്ചിയോട് ഡിസ്കസ് ചെയ്യണം എന്ത് പറയാം. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞൊരു എന്തോ ജീവി അവിടെ ചത്ത് കിടക്കണം എന്നൊക്കെ രീതിയിൽ പറയാം. അപ്പം ആ ടെറസിൽ അവൾ എന്താണെന്ന് നോക്കാൻ ഇറങ്ങി വരുമല്ലോ, അപ്പോൾ കാണാമെന്നൊക്കെ. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡാണ്. അവളാണെങ്കിൽ ഇറങ്ങി വരുന്നുണ്ട്. എന്നെ കണ്ടത് ഒരൊറ്റ ഓട്ടമായിരുന്നു ഗൈസ്. എനിക്കാണെങ്കിൽ ഞാൻ കുറേ നാൾക്ക് ശേഷം കാണണം. എനിക്കാണെങ്കിൽ ചിരിയും പറഞ്ഞ് മോഹൻ കാണാതിരിക്കാൻ ഞാൻ ഇന്നലെ പറയാൻ നിർത്തില്ല, അപ്പോഴും നീ പറഞ്ഞു. സോ അതാണ് ഗൈസ് ഞാൻ ഗാഥയെ കാണാൻ പോയ വീഡിയോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം അധികം വീഡിയോസ് എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ലായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്ക് ലെവലിലായിരുന്നു ഞാൻ. സോ അതുകൊണ്ടാണ് ഒരുപാട് ക്ലിപ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇല്ലാത്തതും. സോ പിന്നെ രണ്ടാമത്തെ ദിവസം ഞാനും അവണിയും മീനും കുഞ്ഞിയും കൂടെ ഇറങ്ങി. കുഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയിട്ട് അപ്പൂസിനെടുക്കാൻ പോകണം. അപ്പൂസ് ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ്. സോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരാനാണ് കുഞ്ഞ് പോകുന്നത്. ആദ്യം കാണാൻ പോകുന്ന സൂര്യയാണ്. അപ്പം ഞാൻ അവളുടെ റിയാക്ഷൻ, ആവണി മീനും കൂടെ അവളുടെ റിയാക്ഷൻ നിങ്ങൾക്ക് പകർത്തി കാണിച്ചു തരുന്നതായിരിക്കും. എന്നെ തല്ലിക്കൊല്ലും. എൻ്റെ അടുത്ത് പറയാതെ വരരുതെന്ന് പറഞ്ഞു വെച്ചതാണ് അവൾ. ഉറപ്പായിട്ട് എനിക്ക് അടി ഉറപ്പാണ്. നമുക്ക് എന്തെങ്കിലും പോയി കാണാം. പട്ടിയില്ലേ ഇവിടെ? നിക്ക്. എവിടെ? ഇവിടെ ഉണ്ട്. അവിടെ ഹായ് എടുക്കട്ടാ. ഫോൺ ഞാൻ ഓഫർ എടുക്കണോ? അതെയോ അമ്മച്ചി? കൊതിര കുത്ത്. അങ്ങനെ ഗൈസ് സൂര്യ റെഡിയാവാൻ കയറി. ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ടാണ് ഇപ്പോൾ ആദിത്യയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ വൺ പ്ലാനിങ് ആയിരുന്നു. ആദിത്യ വിളിച്ചു. എന്നിട്ട് സൂര്യ പറഞ്ഞു അവളുടെ കല്യാണമായി, അപ്പോൾ കല്യാണം വിളിക്കാൻ വരികയാണ്, വീട്ടിലുണ്ടോ, അഡ്രസ്സ് പറഞ്ഞിരുന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവളാണെങ്കിൽ ഞെട്ടി, ഇവളുടെ കല്യാണമാണെന്ന് പറഞ്ഞപ്പം. കാരണം അവളൊക്കെ കല്യാണപ്രായമായ എന്നൊരു മൈൻഡിൽ കുഞ്ഞല്ലേ എന്ന രീതിയിൽ അവളുടെ ഡൗട്ട്. ആ മണീൻ്റെ അടുത്ത് കളിപ്പിലാണ്. ഇതിലൊന്നും ഞാൻ ഇനി വോയിസൊക്കെ ഞാൻ കൊടുക്കണമല്ലോ. നമ്മൾ ആദിത്യയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്.
ആദ്യത്തെ പക്ഷേ വീട്ടിലില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് അവളെ കാണും. പക്ഷേ നമ്മൾ വന്ന് വീട് തപ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ ശരിക്കും ഒരുപാട് ദൂരം താഴോട്ട് വന്നു. ശരിക്കും മേളിലോട്ടായിരുന്നു അവൾ. പക്ഷേ മേളിലോട്ട് പോയി. താഴെയാണ് അവളുടെ വീട്. നല്ല പോയി തപ്പി എടുക്കാം. അതെ അതെ. ആദ്യത്തെ വീടിൻ്റെ വഴിയെല്ലാം നല്ല ഭംഗിയാണ് ഗൈസ്. കുറേ മരവും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ചൂടെടുക്കണല്ലോ അല്ലേ? ചൂടെടുക്കണം. അത് നമ്മൾ കയറണോ? അപ്പോൾ ഗൈസ് ഞങ്ങൾ തളർന്ന് തരിപ്പണമായി. നമ്മൾ ഊബറിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ എല്ലായിരുന്നു വഴി. അവിടെ നമ്മൾ കുറേ തിരിഞ്ഞ് നടന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വീണ്ടും അവിടെ എത്തി. അവളിവിടെ ഇല്ല. പോയി നോക്കാം. അങ്ങനെ ഗൈസ് ആദ്യത്തെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിസാഹസികപരമായിട്ട്. ഞാൻ പണ്ട് പോയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വഴിമറന്നു പോയത്. പിന്നെ അവൾ ഇടയ്ക്ക് വേറൊരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. ആ വീട് എനിക്കിപ്പോഴും കാണാത്ത വഴി അറിയാം ഗൈസ്. പിന്നെ അമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേറെ ആരും വീട്ടിൽ ഇല്ലായിരുന്നു നമ്മൾ എത്തിയ സമയം. ആ ശരിയാണല്ലേ. അതിനിടയ്ക്ക് സൂര്യയുടെ കണ്ടുപിടുത്തായിരുന്നു ഗൈസ്. കർട്ടനും ഞാനും ഒരേപോലെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സത്യമല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യത്തെ അമ്മയച്ഛനും അനിയത്തിയും കൂടെ പുറത്ത് പോയേക്കായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മൂമ്മ വിളിച്ചിട്ട് ഇടയ്ക്ക് അവളോട് ചോദിച്ചു, നീ എവിടെയായിരുന്നു? വാ, എവിടെ എത്തി? കൊച്ചു വന്നിരിക്കുന്ന വീട്ടിലെന്നൊക്കെ. അത് ഞാനല്ല, സൂര്യ കല്യാണം വിളിക്കാൻ വന്നിരിക്കുകയാണല്ലോ. അതാണല്ലോ നമ്മുടെ മറ്റേ നാടകം. അപ്പോൾ ആദിത്യക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവളുടെ കല്യാണമായിരുന്നേ. കാരണം ശരിയാണ്, പറയുമ്പോൾ 25 വയസ്സുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ബട്ട് സ്റ്റിൽ യുനോ നമുക്ക് കല്യാണപ്രായം ആയി എന്ന് നമുക്ക് തോന്നൽ വരണ്ടേ? നീ അന്ന് വെച്ച 6-ാം തീയതി എന്തോ വരുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ സാരി എന്നെ കണ്ടിട്ട് മനസ്സിലായി ആരൊന്നും പറഞ്ഞിങ്ങനെ നോക്കി വരുന്നു. നെറ്റിന്റെ ഇടയിൽ കൂടെ കണ്ടപ്പോഴേ ആരോ ഇരിക്കുന്നത് മനസ്സിലായി. ഹലോ ഗൈസ്, ഇപ്പൊ ആദിത്യ വീഴുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ആദിത്യ ആവണി മറിഞ്ഞടിച്ച് വീഴുന്ന ദൃശ്യങ്ങളാണ്. വീഴുന്ന ഉറപ്പുള്ള കാര്യമാണ്. നിന്നെ ഇനി എടുത്തു വെക്കാൻ ആളില്ലെന്ന് പറയില്ല ആദിത്യ. ഇനി നീ സെറ്റ് ആവരുത്. എന്റെ ആവണി അവക്ക് ജോലി കിട്ടിയിട്ട് കുറച്ചായതേ ഉള്ളൂ. എടുത്ത അവള് നിന്നെ തറയിലിട്ടില്ല. ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു. പിന്നെ അങ്കിളും ആൻറ്റിയും തമ്മിലൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ആക്ച്വലി ഈ ഒരു അമ്പലമായിരുന്നു എനിക്ക് ആദ്യത്തെ വീട്ടിലോട്ട് ലാൻഡ് മാർക്ക്. പക്ഷേ ഞാനത് എപ്പോഴും മറന്നുപോയി. മനുഷ്യനല്ലേ. സോ അതിനുശേഷം നേരെ ഞാൻ അജിനയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആക്ച്വലി അവളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വഴിമാറി കയറിയിട്ട് അവിടെ തൻ്റെ അടുത്ത് വിട്ട് അജിനയുടെ വീടല്ലേ എന്ന് ചോദിച്ചതാണ് ചെയ്യല്ലേ ഞാൻ. പക്ഷെ അത് അജിനയുടെ വീടല്ലായിരുന്നു. ഭാഗ്യത്തിനൊരു പട്ടി അയച്ചു വിട്ടിട്ടില്ലായിരുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. നമ്മൾ അടുത്ത ദിവസം വീണ്ടും പോകും. സംഭവം അബ്ദുമായിട്ടെല്ലാം പ്ലാൻ ചെയ്തു. അബ്ദു അച്ഛനയുടെ അനിയനാണ്. എങ്കിലും അവൾ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കാനുള്ള ബുദ്ധി എനിക്ക് പോയില്ല ഗൈസ്. എന്തുകൊണ്ടോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി ജന്മന. സോ അങ്ങനെ രണ്ടാമത്തെ ദിവസം പോകാൻ പറ്റിയില്ല. പിന്നെ 3-ാമത്തെ ദിവസം വീണ്ടും ഞാൻ അവളെ കാണാൻ പോയി. അന്ന് ഞാൻ വിളിച്ച് ചോദിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഗൈസ് പോയത്.
കഴിഞ്ഞിട്ട് മുഖം ഇവിടെ ഐഷു ഒരു ഫേസ് കാണിച്ചേ അടുത്ത കേസ് ഞാൻ ഐഷയെ കാണാനാണ് പോകുന്നത്. ഐഷയോട് ഞാൻ പറഞ്ഞു, കാരണം ഞങ്ങൾക്ക് അങ്ങനെ സർപ്രൈസ് കൊടുത്ത് മീറ്റാക്കാനുള്ളൊരു ഗ്യാപ്പ് രണ്ടുപേർക്കും ഇല്ലാത്തത് കാരണം അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ ട്രിവാൻഡ്രത്തോട്ട് എത്തിയായിരുന്നു കേസ്. അങ്ങനെ ഞാൻ അവളെ കാണാൻ പോവാണ്. അതാണ് പ്രീമിയർ. ഒരു മന്ദബുദ്ധിയായ കൂട്ടുകാരുണ്ടായി ഇങ്ങനെയൊക്കെ പറ്റും. എന്റെ വീഡിയോ അല്ലേ, അവളെ വീഡിയോ എടുക്കും. ആ ചേച്ചിയുടെ വീഡിയോ എടുക്കാം. സംഭവം ഗൈസ്, HNCന്നും പ്രീമിയറിനും പേരുള്ള 2 കടകളുണ്ട് അവിടെ. സോ ഇവൾ എന്നോട് പറഞ്ഞു HNCയുടെ അവിടെ വരാൻ. എന്നിട്ട് ഇവൾ പോയി നിന്നത് പ്രീമിയറിൻ്റെ അവിടെ. അതാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തോന്നടി നീ കാണിക്കണേത്. കാരണം ഇവൾ എന്നെ അവിടെ തപ്പുന്നു, ഞാൻ ഇവളെ ഇവിടെ തപ്പുന്നു. രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. ഒരാൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി പോകുന്നു, മറ്റൊരാൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരാമെന്ന് പറയുന്നു. അടുത്ത രണ്ടാമത് ഇവിടുത്തെ ഒരാൾ സ്റ്റെപ്പ് ഇറങ്ങി വരാമെന്ന് പറയുന്നത്, അവൾ സ്റ്റെപ്പ് കയറിപ്പോകാന്ന് പറയുന്നത്. പക്ഷെ കണ്ടുമുട്ടണമെങ്കിൽ രണ്ടുപേരും ഒരേ കടയിൽ നിൽക്കണ്ടേ. സോ അതാണ് ഞങ്ങൾക്ക് അന്ന് പറ്റിയ മണ്ടത്തരം. ശരിക്കും പറഞ്ഞാൽ അവളെ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവളെ. പക്ഷേ ഞങ്ങൾ അവളെയും കൊണ്ട് വീട്ടിലോട്ട് പോകണം കേസ്. അതൊക്കെ ഒരു സഡൻ പ്ലാൻ ആയിരുന്നു. ആദ്യം എവിടെയെങ്കിലും പോകാമെന്ന് ഓർത്തു, പിന്നെ ഞങ്ങൾ ഓർത്തു ഇല്ല, വീട്ടിൽ തന്നെ പോവാം. വീട്ടിൽ പോവാം. കളിക്കുകയാണ് നമ്മൾ. ഇത് എവിടെയോ കണ്ടടി നമ്മൾ. ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. വേണ്ട, ഞാൻ കളിക്കും. There's not much to do when all I can is thinking about you. Not doing well, don't know where you are.